നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും കേരളപ്പിറവി ആശംസകൾ. പ്രധാന വാർത്തകളിലേക്ക്. ഐക്യകേരളം പിറവിയെടുത്തിട്ട് 69 വർഷം. നാടിന്റെ പ്രൗഢമായ പാരമ്പര്യത്തിലും നേട്ടത്തിലുമൂന്നി വ്യാപകമായ ആഘോഷ പരിപാടികൾ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന കേരളപ്പിറവി ആഘോഷങ്ങൾ വർണ്ണാഭം. വിദ്യാഭ്യാസത്തിലൂടെ പിന്നോക്ക വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാകുമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു. പോർക്കുളം ഇഞ്ചിക്കുന്ന് അംബേദ്കർ ഗ്രാമം നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി മന്ത്രി നിർവഹിച്ചു. കേരളത്തിലെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിൽ ആവേശകരമായ അധ്യായം കുറിച്ച ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹത്തിന്റെ ഓർമ്മയ്ക്ക് 94 വയസ്സ്. സമരത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകളുമായി ഗുരുവായൂരിലെ ഭരണസ്ഥാപനങ്ങളും വിവിധ സംഘടനകളും നവോത്ഥാന മണ്ണിൽ ഒത്തുചേർന്നു. പുന്നയൂർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്ന ആലാപാലം ആധുനിക വാതക ശ്മശാനം യാഥാർത്ഥ്യമാകുന്നു. സ്മൃതിപഥം 2025 എന്ന പേരിൽ തിങ്കളാഴ്ച വൈകിട്ട് 6:30 നടക്കുന്ന ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. വിശദമായ വാർത്തയിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശി ചുറ്റുവിളക്ക് തെളിഞ്ഞു. പാലക്കാട് പറമ്പോട്ട് അമ്മിണി അമ്മയുടെ വകയായാണ് ആദ്യ വിളക്ക് തെളിഞ്ഞത്. ഇനിയുള്ള 30 ദിവസം വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സംഘടനകൾ എന്നിവരുടെ വഴിപാടായി ചുറ്റുവിളക്ക് ഉണ്ടാകും. ആഘോഷത്തിന്റെ 2ാം ദിവസമായ ഞായറാഴ്ച ഗുരുവായൂർ ദേവസ്വം വക ചുറ്റുവിളക്കാണ്. തുലാമാസത്തിലെ ഏകാദശിയായതിനാൽ ദേവസ്വം വക ഉദയാസ്തമന പൂജയോടെയാണ് വിളക്ക് ആഘോഷിക്കുന്നത്. വൃശ്ചികത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായി ആഘോഷിക്കുന്നത്. അതുവരെ ഇനി ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജ ഉണ്ടാകില്ല. ഏകാദശി ദിവസമായ ഡിസംബർ 1 ഗുരുവായൂർ ദേവസ്വം വക ഉദയാസ്തമന പൂജയോടെയാണ് വിളക്കാഘോഷം. നവംബർ 1 കേരള പിറവി ദിനം. മലയാളക്കര 69ാം വയസ്സിലേക്ക് പ്രവേശിച്ചു. തിരുവിതാംകൂർ, കൊച്ചി, ബ്രിട്ടീഷ്, മലബാർ, കാസർഗോഡ് എന്നീ നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിച്ച് 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ ഇന്നത്തെ കേരളം രൂപീകരിച്ചത്. കേരനിരകളാടുന്ന കേരളം മലയാളികൾക്കിന്നും ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മയാണ്. കേരളം എന്ന പേര് ലഭിച്ചതിന് പിന്നിൽ നിരവധി കഥകൾ നിലനിൽക്കുന്നുണ്ട്. പരശുരാമനെറിഞ്ഞ മഴു അറബിക്കടലിൽ വീണ സ്ഥലം കേരളമായി മാറിയെന്നാണ് ഒരു ഐതിഹ്യം. കൂടാതെ തെങ്ങുകൾ ധാരാളമായി കാണുന്നതുകൊണ്ടാണ് കേരളം എന്ന പേര് ലഭിച്ചതെന്നും ചേര രാജാക്കന്മാരുടെ അധീനതയിലായിരുന്ന ചേരളം പിന്നീട് കേരളമായി മാറുകയായിരുന്നു എന്നും അറിയപ്പെടുന്നു. ഭൂപടമെടുത്ത് മേശപ്പുറത്ത് നിവർത്തിയാൽ ഭൂലോകത്തിന്റെ ഒരറ്റത്താണെന്ന് തോന്നും. കടലിലേക്ക് കിനിഞ്ഞിറങ്ങും പോലെ കേരളമെന്ന കുഞ്ഞുനാട്. ഐക്യകേരളത്തിന് വേണ്ടിയുള്ള മുറവിളികൾക്കൊടുവിലായിരുന്നു പിറവി. മലയാള ഭാഷയുടെ മാത്രമല്ല, മതിലില്ലാത്ത മനസ്സുകളുടെയും മതേതര മൂല്യങ്ങളുടെയും കലവറയായിരുന്നു എന്നും കേരളം. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന വിശേഷണമുള്ള കേരളത്തിന്റെ സംസ്കാരവും പൈതൃകവും തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എന്നും കേരളത്തെ വ്യത്യസ്തമാക്കുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ പിറവി എന്നതിലപ്പുറം സംസ്കാരം, ഭാഷ, മൂല്യങ്ങൾ, പൈതൃകം എന്നിവ ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്നു എന്നതും കേരളത്തിന്റെ നന്മയുടെ പ്രതീകം കൂടിയാണ്. വയലത്തൂർ ജുമാ മസ്ജിദിന് സമീപമുള്ള വീട്ടിൽ മോഷണം. നുറുക്കിൽ സലീമിന്റെ വീട്ടിലാണ് കവർച്ച. ഒരാഴ്ചയായി ആശുപത്രിയിലായിരുന്ന വീട്ടുകാർ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് വീടിന്റെ മുൻവാതിൽ പൊളിച്ച നിലയിൽ കണ്ടത്. നിരീക്ഷണ ക്യാമറകളും നശിപ്പിച്ചിട്ടുണ്ട്. DVR നഷ്ടപ്പെട്ടു. മുറികളിലെ അലമാരകളെല്ലാം വലിച്ചുവാരിയിട്ട നിലയിലാണ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ വടക്കേക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിദ്യാഭ്യാസത്തിലൂടെ പിന്നോക്ക വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാകുമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു. പോർക്കുളം ഇഞ്ചിക്കുന്ന് അംബേദ്കർ ഗ്രാമം നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സിവിൽ സർവീസ് പരീക്ഷ മുതൽ MBBS, നഴ്സിംഗ് പോലുള്ള ഉന്നത പഠന മേഖലകളിൽ വരെ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സഹായം സർക്കാർ നൽകി വരുന്നുണ്ട്. വിദ്യാഭ്യാസം മുഖേന സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാണ് ഇത്തരം പദ്ധതികൾ ലക്ഷ്യമിടുന്നത് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. SC/ST കമ്മീഷൻ അംഗം TK വാസു, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആൻസി വില്യംസ് എന്നിവർ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ജിഷ ശശി, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PC കുഞ്ഞൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഖില മുകേഷ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു ബാലൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ,
ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി വികസന ഓഫീസർ ടി.ആർ. ഷാബു, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വി. ലിൻസ് ഡേവിഡ് തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്തിൽ വായനശാല നിർമ്മിക്കുന്നതിന് 3 സെന്റ് സ്ഥലം വിട്ടു നൽകിയ പ്രദീപ് തിരുമേനിയെ ചടങ്ങിൽ അനുമോദിച്ചു. നിർമ്മാണോദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറി. സംസ്ഥാന സർക്കാർ പട്ടികജാതി വികസന വകുപ്പ് അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇഞ്ചിക്കുന്ന് അംബേദ്കർ ഗ്രാമത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നത്. 18 വീടുകളുടെ പുനരുദ്ധാരണമാണ് പ്രധാനമായും നടക്കുക. പദ്ധതി നടപ്പിലാക്കുമ്പോൾ പ്രതിപക്ഷ എംഎൽഎമാരെ മാറ്റി നിർത്തുകയല്ല ചെയ്തത്, അവർക്ക് കൂടി കൊടുക്കുകയാണ്. അവിടുത്തെ ജനങ്ങളുടെ ആവശ്യം നിർവഹിക്കാൻ 7 കോടി രൂപ വെച്ച് ഓരോ മണ്ഡലത്തിലേക്കും 140 മണ്ഡലത്തിലേക്കും 7 കോടി രൂപ വെച്ച് സംസ്ഥാന സർക്കാർ ആ പദ്ധതിയുടെ ഭാഗമായി അനുവദിച്ചു. ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ജനങ്ങൾ നിരവധി പ്രശ്നങ്ങൾ നിവേദനമായിട്ട് സർക്കാരിന് കൊടുത്തു. അത് പരിശോധിച്ചു. ഇപ്പോൾ സർക്കാർ ചില തീരുമാനം മിനിഞ്ഞാന്ന് മുഖ്യമന്ത്രി എടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിലൊന്ന്, കേരളത്തിലെ പാവപ്പെട്ട 62 ലക്ഷം വരുന്ന ആളുകളുടെ പെൻഷൻ 1600 രൂപയായിരുന്നു 2000 രൂപയായി വർദ്ധിപ്പിച്ചത് നിങ്ങൾ സമീപ ദിവസം കേട്ടത്. ആ വർദ്ധിപ്പിച്ച 2000-ഉം ഒരു മാസത്തെ കുടിശ്ശികയുണ്ട് തരാൻ. അതും കൂടി 3600 രൂപ ഈ നവംബർ മാസത്തിൽ തന്നെ എല്ലാവരുടെയും അക്കൗണ്ടിലേക്കും കയ്യിലേക്കും എത്തിക്കാനുള്ള നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ഈ നവകേരള സദസ്സിൻ്റെ നിർദ്ദേശങ്ങളിലൊന്നാണ്. ഗുരുവായൂർ നഗരസഭയ്ക്ക് വീണ്ടും കേന്ദ്ര അംഗീകാരം. അമൃത് പദ്ധതിയുടെ നടത്തിപ്പിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ നഗരസഭകളുടെ വിഭാഗത്തിലാണ് അംഗീകാരം. അമൃത് പദ്ധതി പ്രകാരം നിർമ്മിച്ച ഡ്രെയിനേജ്, ഫുട്പാത്ത്, പാർക്കുകൾ, നവീകരിച്ച കുളങ്ങൾ എന്നിവയുടെ വീഡിയോ കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാൽ ഖട്ടാർ പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്രദർശിപ്പിക്കും. 8, 9 തീയതികളിൽ ഡൽഹിയിലെ ദ്വാരകയിൽ നടക്കുന്ന അർബൻ കോൺക്ലേവിലേക്ക് കേരളത്തിൽ നിന്നും ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സണും സെക്രട്ടറിക്കും ക്ഷണം ലഭിച്ചിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങളുടെ വീഡിയോ ചിത്രീകരിക്കുന്നതിനായി കേന്ദ്ര സംഘം അടുത്ത ദിവസം ഗുരുവായൂരിലെത്തും. കേരളത്തിലെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിൽ ആവേശകരമായ അധ്യായം കുറിച്ച ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹത്തിന് 94 വയസ്സ്. ജ്വലിക്കുന്ന ഓർമ്മകളുമായി ഗുരുവായൂരിലെ ഭരണ സ്ഥാപനങ്ങളും വിവിധ സംഘടനകളും നവോത്ഥാന മണ്ണിൽ ഒത്തുചേർന്നു. ജാതിമത ചിന്ത സമൂഹത്തിൽ നിന്ന് അകന്നിട്ടില്ലെന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി. കെ. വിജയൻ പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ക്ഷേത്രപ്രവേശന സത്യഗ്രഹ സ്മരണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 21-ാം നൂറ്റാണ്ടിലെയും പലരുടെയും മനസ്സിൽ ജാതിചിന്ത കുടികൊള്ളുന്നു എന്നത് കേരളത്തിന്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യമായാണ് കാണുന്നത്. സമൂഹത്തിലല്ല, മനസ്സിലാണ് ജാതിചിന്ത ഇല്ലാതാകേണ്ടത്. പുറമേ കാണുമ്പോൾ സമൂഹത്തിൽ എല്ലാവരും സമന്മാരാണ്. എന്നാൽ ഉള്ളിന്റെയുള്ളിൽ ജാതിചിന്ത നിലനിൽക്കുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യഗ്രഹത്തിന്റെ സ്മരണ പുതുക്കുന്നത് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ്. കേളപ്പജി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരെയും ഏകോപിപ്പിച്ച് ഒറ്റ പരിപാടിയായി നടത്തും. ഗാന്ധിജിയുടെയും കേളപ്പജിയുടെയും സന്ദേശങ്ങൾ എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിന്റെ നേർസാക്ഷ്യമായാണ് ഇതിനെ കാണേണ്ടത്. അടുത്ത വർഷം മുതൽ എല്ലാവരും ഒറ്റക്കെട്ടായി സ്മരണ പുതുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 20-ാം നൂറ്റാണ്ട് മാറി 21-ാം നൂറ്റാണ്ടിലേക്ക് എത്തിയെങ്കിലും പലപ്പോഴും പലരുടെയും മനസ്സിന്റെ ഉള്ളില് ഇപ്പോഴും ആ ജാതി ചിന്തയൊക്കെ കുടികൊള്ളുന്നു എന്നുള്ളത് കേരളത്തിന്റെ ഏറ്റവും വലിയൊരു ദൗർഭാഗ്യമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. മനസ്സിലാണ് ജാതി ചിന്ത ഇല്ലാതാവേണ്ടത്, അല്ലാതെ സമൂഹത്തിലല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരിത്. കാരണം പുറമെ കാണുമ്പോൾ സമൂഹത്തിൽ എല്ലാവരും സമന്മാരായിട്ട് വരുന്നു. പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇടപെടുമ്പോൾ പലപ്പോഴും ഈ ജാതി ചിന്ത ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു ഇതാണ്. സത്രംവളപ്പിലെ സ്തൂപത്തിൽ പുഷ്പാർച്ചന നടത്തി. ഭരണസമിതി അംഗങ്ങളായ സി. മനോജ്, കെ. പി. വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ ഒ. ബി. അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ സത്യാഗ്രഹ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ സത്രംവളപ്പിലെ സത്യാഗ്രഹ സ്തൂപത്തിനു മുന്നിൽ പുഷ്പാർച്ചനയും സമരസ്മരണയും നടത്തി. വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക സംഘടനകളുടെ സഹകരണത്തോടെ 40 വർഷത്തോളമായി നടത്തിവരുന്ന അനുസ്മരണ ചടങ്ങാണിത്. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി. കെ. വിജയൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ വിഭാഗം ആളുകൾക്കും ക്ഷേത്രപ്രവേശനം സാധ്യമാക്കുന്നതിനുവേണ്ടി കെ. കേളപ്പൻ പോലുള്ളവരുടെ സമരജീവിതം ഏതുകാലത്തും നവോത്ഥാന സന്ദേശമാണ് നൽകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. സത്യഗ്രഹ സമിതി ചെയർമാൻ സ്വാമി എ. ഹരിനാരായണൻ അധ്യക്ഷനായി. ദേവസ്വം ഭരണസമിതി അംഗം സി. മനോജ്, അഡ്മിനിസ്ട്രേറ്റർ ഒ. ബി. അരുൺകുമാർ, DCC സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത്, BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കൌൺസിലർ ശോഭ ഹരിനാരായണൻ, SNDP യൂണിയൻ പ്രസിഡന്റ് PS പ്രേമാനന്ദൻ, GNSS സംസ്ഥാന പ്രസിഡന്റ് IP രാമചന്ദ്രൻ, നായർ സമാജം ജനറൽ സെക്രട്ടറി V. അച്യുതക്കുറുപ്പ് തുടങ്ങിയവർ സംസാരിച്ചു.
ഗുരുവായൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മരണ പുതുക്കി AKG സ്മാരക കവാടത്തിൽ ഒരുക്കിയ സ്തൂപത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പുഷ്പാർച്ചന നടത്തി. നഗരസഭാ ഉപാധ്യക്ഷ അനീഷ്മ ഷനോജ് ഉദ്ഘാടനം ചെയ്തു. ഭരണഭാഷ മലയാളം പ്രതിജ്ഞയെടുത്തു. സ്ഥിരം സമിതി അധ്യക്ഷരായ AM ഷെഫീർ, ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ, AS മനോജ്, പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, നഗരസഭാ സെക്രട്ടറി H അഭിലാഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള സർവോദയ മണ്ഡലത്തിന്റെയും കേരള മഹാത്മജി സാംസ്കാരിക വേദിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന സത്യാഗ്രഹ സ്മരണ പുതുക്കി സ്മാരക സ്തൂപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് ചടങ്ങ് തുടങ്ങിയത്. പ്രമുഖ ഗാന്ധിയനും സർവോദയ നേതാവുമായ M പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. കേരള മഹാത്മജി സാംസ്കാരിക വേദി പ്രസിഡന്റ് സജീവൻ നമ്പിയത്ത് അധ്യക്ഷത വഹിച്ചു. സർവോദയ മണ്ഡലം ദേശീയ എക്സിക്യൂട്ടീവ് അംഗം PS സുകുമാരൻ മുഖ്യപ്രഭാഷണം നടത്തി. ആചാര്യ CP നായർ, ക്ഷേത്രപ്രവേശന സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത പുതുശ്ശേരി കുട്ടൻ മാസ്റ്ററുടെ മകൻ PK രവീന്ദ്രൻ, VK ജയരാജ്, P സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ സത്യാഗ്രഹ വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ നാരായണീയം ഹാളിൽ നടന്ന സെമിനാർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴും ഗുരുവായൂർ അമ്പലത്തിന്റെ കിഴക്കേ നടയില് തീയമ്പലം എന്ന് പറയുന്ന ഒരു ക്ഷേത്രം, അവിടെ വരെ മാത്രമേ പഴയ കാലത്ത് തീയന്മാരായിട്ടുള്ള ആൾക്കാർക്ക്, തീയർക്കും അവരുടെ കീഴാളന്മാരായിട്ടുള്ള ആൾക്കാർക്കും പ്രവേശനം ഉണ്ടായിരുന്നു എന്നുള്ള അങ്ങനെ ഒരു വാസ്തവം കൂടി ഉണ്ടായിരുന്നു. സത്യഗ്രഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് കോഴിക്കോട് സർവകലാശാല ചരിത്ര വിഭാഗം മേധാവി പ്രൊഫസർ ഹരിദാസ്, തൃശൂർ അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ സരിത ശിവദാസ് എന്നിവർ ക്ലാസ് എടുത്തു. ശ്രീകൃഷ്ണ കോളേജ് ചരിത്ര വിഭാഗം മേധാവി പ്രൊഫസർ MU അജിത മോഡറേറ്ററായിരുന്നു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, പ്രസിദ്ധീകരണ വിഭാഗം അസിസ്റ്റന്റ് മാനേജർ KG സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സെമിനാറിൽ പങ്കെടുത്തവർക്ക് ദേവസ്വം സർട്ടിഫിക്കറ്റുകൾ നൽകി. കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സത്രം വളപ്പിലെ സത്യാഗ്രഹ സ്മാരക സ്തൂപത്തിൽ പുഷ്പാർച്ചനയും സ്മൃതി സദസ്സും നടത്തി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, UDF നിയോജക മണ്ഡലം കൺവീനർ ഷാനവാസ് തിരുവത്ര, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ, ആചാര്യ CP നായർ, KPA റഷീദ്, മോഹൻദാസ് ചേലനാട്, CS സൂരജ്, ശിവൻ പാലിയത്ത്, സ്റ്റീഫൻ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി മുസ്തഫ ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് BJP ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് ഉപവാസം നടത്തി. ഉപവാസത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുസ്തഫയുടെ ബന്ധുക്കളും സമരപന്തലിലെത്തി. മകൻ ഷിയാസ്, സഹോദരൻ ഹക്കീം, ഭാര്യ നസീം എന്നിവരാണ് ഉപവാസത്തിന് ഐക്യദാർഢ്യവുമായി എത്തിയത്. മഞ്ചുളാൽ പരിസരത്ത് നടന്ന ഉപവാസ സമരം BJP നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ തറയിൽ ഉദ്ഘാടനം ചെയ്തു. പാവർട്ടി മണ്ഡലം പ്രസിഡന്റ് MR വിശ്വൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി സുജയൻ മാമ്പുള്ളി, നഗരസഭാ കൗൺസിലർ ശോഭ ഹരിനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. പുന്നയൂർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്ന ആലാപാലം ആധുനിക വാതക ശ്മശാനം യാഥാർത്ഥ്യമാകുന്നു. സ്മൃതിപഥം 2025 എന്ന പേരിൽ തിങ്കളാഴ്ച വൈകിട്ട് 6:30 നടക്കുന്ന ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആധുനിക വാതക ശ്മശാനം നിർമ്മാണം എന്നത് നിരവധി വർഷങ്ങളായുള്ള പുന്നയൂരിലെ ജനങ്ങളുടെ ആവശ്യമായിരുന്നു. പുതിയ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ മുഖ്യ പരിഗണനാ വിഷയങ്ങളിലൊന്നായി ഇത് ഏറ്റെടുത്തുവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഭൂമിയുടെ തരംമാറ്റൽ, വിവിധ തലങ്ങളിൽ നിന്നുള്ള അനുമതി വാങ്ങിക്കൽ എന്നിവ ഈ ശ്രമത്തിന് പ്രധാന വെല്ലുവിളികളായിരുന്നുവെന്നും പൊതുസമൂഹത്തിന്റെ അകമൊഴിഞ്ഞ സഹായവും പിന്തുണയും കിട്ടിയതോടുകൂടി അതെല്ലാം മറികടക്കുന്നതിനും പദ്ധതി പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനും കഴിഞ്ഞതായി TV സുരേന്ദ്രൻ വ്യക്തമാക്കി. ആധുനിക വാതക ശ്മശാനം 1.5 കോടി രൂപ ചെലവിലാണ് പ്രാവർത്തികമാക്കിയത്. തിങ്കളാഴ്ച വൈകിട്ട് 6:30 ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ ഗുരുവായൂർ MLA NK അക്ബർ അധ്യക്ഷത വഹിക്കും. ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രന് പുറമെ വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷമീം അഷ്റഫ്, AK വിജയൻ, പഞ്ചായത്ത് അംഗം ഷൈബ ദിനേശൻ എന്നിവരും പങ്കെടുത്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ ട്രഷററും തൃശൂർ കേരള വിഷൻ ചെയർമാനുമായിരുന്ന TV വിനോദ് കുമാറിന്റെ 2ാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനം നടന്നു. തൃശൂർ പേൾ റീജൻസിയിൽ നടന്ന ചടങ്ങ് COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് ഉദ്ഘാടനം ചെയ്തു.
തൃശൂർ ജില്ലാ പ്രസിഡന്റ് ടി.ഡി. സുഭാഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ.വി. രാജൻ, തൃശൂർ ജില്ലാ സെക്രട്ടറി പി. ആന്റണി, സംസ്ഥാന കമ്മിറ്റി അംഗം സി.എ. ബൈജു, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിജുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം നടന്നു. വേർപാടുകൾ സ്വാഭാവികമായും നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒന്ന് തന്നെയാണ്. അതോരോ ഘട്ടത്തിൽ നമ്മുടെ ഓരോ പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് അകന്നു പോവുകയും ഇല്ലാതാവുകയും പിന്നീട് ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ ആ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യണം. അതാണ് ഒരു മനുഷ്യൻ്റെ ഒരു ജീവിതക്രമത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. കേരള വിഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സജീവ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ മുഖ്യധാരാ മണ്ഡലങ്ങളിലൊക്കെ പ്രവർത്തിച്ച് നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് അൻവർക്കായെ പോലുള്ള ഒരാൾ നമുക്ക് നഷ്ടമാകുന്നത്. അവിടെ നമുക്കൊരു വലിയ ശൂന്യതയായിരുന്നു എന്നുള്ളതാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2000 രൂപയുമാക്കി വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എരുമപ്പെട്ടി വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടത്തി. എരുമപ്പെട്ടി വായനശാല പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം സെന്ററിൽ സമാപിച്ചു. മഹിളാ അസോസിയേഷൻ വടക്കാഞ്ചേരി ഏരിയ വൈസ് പ്രസിഡന്റ് സുമന സുഗതൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം ദിവ്യ മനോജ് അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം സ്വപ്ന പ്രദീപ്, വില്ലേജ് ജോയിന്റ് സെക്രട്ടറിമാരായ ഷീബ രാജേഷ്, നകുല പ്രമോദ്, വൈസ് പ്രസിഡന്റുമാരായ സൗമ്യ യോഗേഷ്, ഗിരിജ ശിവരാമൻ, സുനജ പ്രസാദ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളത്ത് സ്വകാര്യ സ്ഥാപനത്തിന്റെ 1ാം നില തുരന്ന് താഴെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് വെള്ളം ഒഴുക്കിയ നിലയിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടമെന്ന് പരാതി. കുന്നംകുളം ഗുരുവായൂർ റോഡിലെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ 1ാം നില തുരന്ന് താഴത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനുള്ളിലേക്ക് വെള്ളം ഒഴുക്കി 6 ലക്ഷം രൂപയുടെ സാധനങ്ങൾ നശിപ്പിച്ചതായാണ് പരാതി. ഗുരുവായൂർ റോഡിൽ പ്രവർത്തിക്കുന്ന പാലിയത്ത് എന്ന സ്ഥാപനത്തിലേക്കാണ് മുകളിലത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ ഉടമ കോൺക്രീറ്റ് തുരന്ന് താഴെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഭാഗത്തേക്ക് വെള്ളം ഒഴുക്കിയതെന്നാണ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. കുരഞ്ഞിയൂർ സ്വദേശി മുഹമ്മദ് ഇഷാന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കെട്ടിടവും കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പാലിയത്ത് എന്ന സ്ഥാപനവും. കെട്ടിടത്തിലെ 1ാം നിലയിൽ കുമാർ എന്ന പേരിൽ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഏതാനും വർഷങ്ങളായി ഈ മുറി അടച്ചുപൂട്ടി ഉടമകൾക്കു പോലും മുറിയിലേക്ക് കയറാൻ കഴിയാത്ത വിധം പൂട്ടിയ നിലയിലാണ്. കെട്ടിട ഉടമയും സ്ഥാപന ഉടമയും നിലവിൽ വാടകയുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്നുണ്ട്. ഇതേ തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ കോൺക്രീറ്റ് തുരന്ന് താഴെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് വെള്ളം ഒഴുക്കി ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടാക്കിയതെന്ന് കെട്ടിട ഉടമ ഇഷാൻ പറയുന്നു. സംഭവത്തിൽ കുന്നംകുളം പോലീസ് അന്വേഷണം തുടങ്ങി. അറിയുകയും അറിഞ്ഞതിനെ കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പോർക്കുളം പഞ്ചായത്ത് തല വിജ്ഞാനോത്സവം നടത്തി. കേരള പിറവി ദിനത്തിൽ പൂക്കളത്താൽ തീർത്ത കേരള മാതൃകയ്ക്ക് ചുറ്റും ചിരാതുകൾ തെളിയിച്ച ശേഷം സമേതം യുറീക്ക ശാസ്ത്രകേരളം എന്ന തലക്കെട്ടിൽ പോർക്കുളം MKM UP സ്കൂളിൽ വെച്ച് നടന്ന വിജ്ഞാനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PC കുഞ്ഞൻ അധ്യക്ഷത വഹിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന നിർവാഹക സമിതി അംഗം V മനോജ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി, മെമ്പർമാരായ സുധന്യ സുനിൽകുമാർ, രേഖ ജയറാം എന്നിവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സ്റ്റെനി കെ സ്റ്റീഫൻ സ്വാഗതവും അധ്യാപകനായ ലിജോ ജോസഫ് നന്ദിയും പറഞ്ഞു. രാവിലെ 9:30 മുതൽ 3:30 വരെ നടക്കുന്ന വിജ്ഞാനോത്സവത്തിൽ പഞ്ചായത്തിലെ 3 സ്കൂളുകളിൽ നിന്നായി 150-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. എന്താണ് ഈ കേരളത്തിലുണ്ടായ മാറ്റം? മറ്റെല്ലാ സ്ഥലങ്ങളേക്കാൾ മാറ്റം സാമ്പത്തികമായിട്ട് ഉയർന്നിട്ടൊന്നുമല്ല മക്കളെ, ഒന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യനാണ് എല്ലാതിലെയും കേന്ദ്രബിന്ദു, മനുഷ്യനാണ്. അപ്പൊ മനുഷ്യത്വം എന്ന് പറയണ ഒന്ന് നമ്മുടെ സമൂഹത്തിന്റെ അകത്ത് ഉണ്ടാക്കണം. ഇതാണ് ശ്രീനാരായണ ഗുരു പോലുള്ള ആൾക്കാരൊക്കെ, അയ്യങ്കാളി പോലുള്ള ആൾക്കാരൊക്കെ ചെയ്തത്. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഓർമ്മദിനം ആചരിച്ചു. സെമിത്തേരിയിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനകൾക്കും തിരുകർമ്മങ്ങൾക്കും വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര കാർമ്മികത്വം വഹിച്ചു. ക്ലെലിയ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ റോസ മരിയ, കൈക്കാരന്മാരായ
ജോയ് ചെറുവത്തൂർ, ജോസഫ് വടക്കേത്തല, ജോഷി നീലങ്കാവിൽ എന്നിവർ നേതൃത്വം നൽകി. ഞായറാഴ്ച സെമിത്തേരിയിൽ ആഘോഷമായ വലിയ ഒപ്പീസ് നടക്കും. കേരളപ്പിറവി ദിനത്തിൽ കസവുകോടിയുടെ തിളക്കവും മുല്ലപ്പൂവിന്റെ ഗന്ധവും പരത്തി ബദനി സെന്റ് മേരീസിലെ കുരുന്നുകളുടെ അമ്മമാർ അണിനിരന്ന മലയാളി മംഗ മത്സരം ആകർഷകമായി. കുന്നംകുളം ബദനി മാനേജ്മെന്റിന് കീഴിലുള്ള ബദനി സെന്റ് മേരീസിലെ കുരുന്നുകളുടെ അമ്മമാർക്കായി സംഘടിപ്പിച്ച മലയാളി മംഗ മത്സരം അഴകേറും കാഴ്ചയായി. അഴകും മിഴിവേറും പുഞ്ചിരിയുമായി കുരുന്നുകളുടെ അമ്മമാർ മത്സരവേദിയിലേക്ക് കടന്നുവന്നു. പശ്ചാത്തല സംഗീതത്തിനൊപ്പം റാമ്പിൽ ചുവടുവെച്ചും വിധികർത്താക്കളുടെ ചോദ്യങ്ങൾക്ക് യുക്തിപൂർവ്വം മറുപടി പറഞ്ഞും മത്സരാർത്ഥികൾ വേദി കൈയടക്കി. ഒട്ടുമിക്ക അമ്മമാർക്കും ഒരുപാട് നീണ്ട ഇടവേളയ്ക്കു ശേഷം ഒരു വേദി കൈയടക്കാൻ കിട്ടുന്ന ഒരു വലിയ അവസരമായി മാറി മലയാളി മംഗ മത്സരം. ഫാദർ ജോർജ് മാത്യു മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 1956 മലയാളം സംസാരിക്കുന്ന 3 നാടുകൾ, തിരുവിതാംകൂർ, കൊച്ചി, അതുപോലെ തന്നെ കോഴിക്കോട് എല്ലാം കൂടെ വരുന്ന ആ ഭാഗങ്ങൾ ചേർന്ന് ഒരു കേരളം എന്ന് രൂപീകരിക്കപ്പെട്ട് ഇന്ന് നമ്മൾ അതിൻ്റെ ആഘോഷം കൊണ്ടാടുകയാണ്. എല്ലാവർക്കും കേരളപ്പിറവിയുടെ ആശംസകൾ ആദ്യമേ അറിയിക്കുന്നു. നമ്മുടെ ബദനി ഇൻസ്റ്റിറ്റ്യൂഷന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു മലയാള മംഗ കോണ്ടെക്സ്റ്റ് നടക്കുകയാണ്. എല്ലാവിധമായ ആശംസകളും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഔദ്യോഗികമായി ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ബദനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, ബദനി സെന്റ് ജോൺസ് പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OAC, ബദനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷി, ഫാദർ മെൽവിൻ കുന്നംകുളം, പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോസ് മാളിയേക്കൽ, മോട്ടിവേഷൻ സ്പീക്കർ പ്രവീൺ ചിറയത്ത്, ബദനി സെന്റ് മേരീസ് പ്രിൻസിപ്പൽ റീന ഡേവിസ് എന്നിവർ സംസാരിച്ചു. 3 റൗണ്ടുകളിലായി നടന്ന മത്സരത്തിൽ നിന്നും തെരഞ്ഞെടുത്ത 7 മത്സരാർത്ഥികളാണ് അവസാന റൗണ്ടിലെത്തിയത്. അവസാന റൗണ്ടിൽ നിന്നും CS ചിന്തുവിനെ മലയാളി മംഗയായി തെരഞ്ഞെടുത്തു. NR ശ്രീജ ഫസ്റ്റ് റണ്ണറപ്പായും അഞ്ജലി സുനീഷ് സെക്കൻഡ് റണ്ണറപ്പായും തെരഞ്ഞെടുക്കപ്പെട്ടു. മലയാളി മംഗയായി തെരഞ്ഞെടുക്കപ്പെട്ട CS ചിന്തുവിനെ ബദനി സെന്റ് മേരീസ് പ്രിൻസിപ്പൽ റീന ഡേവിസ് കിരീടമണിയിച്ചു. ജോസ് മാളിയേക്കൽ, പ്രവീൺ ചിറയത്ത്, ഫാദർ ജോർജ് മാത്യു എന്നിവർ വിജയികൾക്ക് മൊമന്റോ സമ്മാനിച്ചു. ബദനി മാനേജ്മെന്റിന് കീഴിലുള്ള ബ്ലൂമിംഗ് ബഡ്സ് സീനിയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനികളുടെ ഫാഷൻ ഷോയും പരിപാടിയുടെ ഭാഗമായി അരങ്ങേറി. കാട്ടകമ്പാൽ EMS സ്മാരക പെയിൻ ആൻഡ് പാലിയേറ്റീവ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ ആംബുലൻസ് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ചിറക്കൽ സെന്ററിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് നാടിന് സമർപ്പിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രസിഡന്റ് EA മൊയ്തുട്ടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ, ഏരിയ കമ്മിറ്റി അംഗം TC ചെറിയാൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VK ബാബുരാജ്, പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ, പാലിയേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി മനോജ് C ബേബി, ട്രഷറർ MB സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റം സെന്റ് തോമസ് പള്ളിയിലെ ജപമാല മാസാചരണത്തിന് സമാപനമായി. ഒക്ടോബർ 31 ഇടവകയിലെ 33 കുടുംബ കൂട്ടായ്മയിൽ നിന്നുള്ള ജപമാല റാലി ഇടവകപ്പള്ളിയിൽ സമാപിച്ചതിനുശേഷം വിശുദ്ധ കുർബാനയോടെ നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലേക്ക് ആഘോഷമായ ജപമാല പ്രദക്ഷിണം നടന്നു. മാതാവിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് 33 കുടുംബ കൂട്ടായ്മ പ്രസിഡന്റുമാരും കത്തിച്ച മെഴുകുതിരികളും ജപമാലയും പേപ്പൽ കുടകളും കയ്യിലേന്തി വിശ്വാസികളും ജപമാല റാലിയിൽ പങ്കെടുത്തു. ആഘോഷമായ ജപമാല റാലിക്കു ശേഷമുള്ള മരിയൻ പ്രഭാഷണത്തിന് ഗാഗുൽത്ത ധ്യാനകേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ വിന്നി അറങ്ങാശ്ശേരി നേതൃത്വം നൽകി. തുടർന്ന് നേർച്ച ഊട്ട് നടന്നു. ജപമാല മാസാചരണത്തിന്റെ ഭാഗമായി 24 മണിക്കൂർ തുടർച്ചയായി നീണ്ടുനിന്ന അഖണ്ഡ ജപമാല തീർത്ഥകേന്ദ്രത്തിൽ വെച്ച് നടന്നു. വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ, ഇടവക ട്രസ്റ്റിമാർ, കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി അംഗങ്ങൾ, ഭക്തസംഘടന ഏകോപന സമിതി അംഗങ്ങൾ, ജീസസ് യൂത്ത് സംഘടനയിലെ അംഗങ്ങൾ എന്നിവർ ജപമാല മാസാചരണത്തിന് നേതൃത്വം നൽകി. ചാവക്കാട് റിട്ടയേർഡ് ഹെഡ്മാസ്റ്റേഴ്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കാവ്യാലാപന മത്സരവും കവിതാസ്വാദന സദസ്സും നടത്തി. കേരളം എൻ്റെ നാട്, മലയാളം എൻ്റെ മാതൃഭാഷ എന്ന സന്ദേശവുമായി കേരളപ്പിറവി ദിനത്തിൽ കുന്നംകുളം ബോയ്സ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം റിട്ടയേർഡ് DDE AK അജിതകുമാരി നിർവഹിച്ചു.
റിട്ടയേർഡ് ഹെഡ്മിസ്ട്രസ് ഇ ഉഷയുടെ അധ്യക്ഷതയിൽ നടന്ന സദസ്സിൽ റിട്ടയേർഡ് DDE കെ സുമതി മുഖ്യാതിഥിയായി. ഡോക്ടർ ആർ സുരേഷ് ക്ലാസ് നയിച്ചു. റിട്ടയേർഡ് അധ്യാപകരായ സി ലിജി, PA ലാസർ മാസ്റ്റർ, ആന്റണി ഒലക്കെങ്കിൽ, ടി രാജഗോപാൽ എന്നിവർ സംസാരിച്ചു. സദസ്സിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും ഉണ്ടായി. എങ്ങോട്ട് വളരും? അപ്പൊ സാധാരണ നമ്മൾ എന്നിട്ട് കൊടുക്കും, പന്തലിട്ട് കൊടുക്കും അല്ലേ? പന്തലിട്ടില്ല, കവി പറയാ, പന്തലിട്ടില്ല, പടർത്തിയില്ല, അവയുടെ സംഭ്രമം നഷ്ടപ്പെടാതെ കാക്കുന്നു ഞാൻ. ആ മുല്ലമണിയുടെ സംഭ്രമം ഉണ്ടല്ലോ, അത് നഷ്ടപ്പെടാതെ ഞാൻ സംരക്ഷിച്ചു നിർത്തി. പന്തലും ഇട്ട് കൊടുത്തില്ല, പടർത്തിയും BDJS നോർത്ത് ജില്ലാ കൺവെൻഷൻ നവംബർ 3 നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പെരുമ്പിലാവ് KRNിൽ നടക്കുന്ന കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. ആസന്നമായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BDJS ഉൾപ്പെടുന്ന NDA സഖ്യം മികച്ച പ്രകടനം കാഴ്ചവെക്കും. NDA സഖ്യത്തിലെ രണ്ടാമത്തെ കക്ഷി എന്ന നിലയ്ക്ക് 30% സീറ്റുകൾ BDJSന് അവകാശപ്പെട്ടതാണ്. പരമാവധി സീറ്റുകളിൽ മത്സരിച്ച മികച്ച പ്രകടനം കാഴ്ചവെക്കും. ഗുരുവായൂർ, കുന്നംകുളം, വടക്കാഞ്ചേരി, ചേലക്കര എന്നീ 4 നിയോജകമണ്ഡലം കമ്മിറ്റികൾ ഉൾപ്പെടുന്ന തൃശൂർ നോർത്ത് ജില്ലയിലെ മുഴുവൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കും BDJS മത്സരിക്കും. LDFും UDFും ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടാണ് തുടരുന്നത്. ക്ഷേത്രസ്വത്തുക്കൾ വരെ കൊള്ളയടിക്കുന്ന ഭരണത്തിൽ നിന്ന് ജനങ്ങൾ മോചനം ആഗ്രഹിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ NDA കരുത്ത് കാണിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. BDJS നോർത്ത് ജില്ലാ പ്രസിഡന്റ് KR റിജിൽ, വൈസ് പ്രസിഡന്റ് CB ശ്രീഹരി, ഭാരവാഹികളായ AC സുനിൽകുമാർ, പ്രമോദ് പുളിക്കൻ, പ്രഭാകരൻ വടാശ്ശേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ശബരിമല സീസണിനോടനുബന്ധിച്ച് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് തുടങ്ങി. ഗുരുവായൂർ ACP C പ്രേമാനന്ദകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. RPF ഷൊർണൂർ CI PV രമേശ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ റെയിൽവേ പോലീസ് SHO VM നൌഷാദ്, ഗുരുവായൂർ ടെമ്പിൾ പോലീസ് SI K ഗിരി, നഗരസഭാ കൗൺസിലർ അജിത ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ ആദ്യമായാണ് കേരള പോലീസിന്റെ എയ്ഡ് പോസ്റ്റ് വരുന്നത്. 24 മണിക്കൂറും 2 പോലീസുകാരുടെ സേവനം ഉണ്ടാകും. കുന്നംകുളം മെയിൻ റോഡ് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ പരുമല മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ 123ാം ഓർമ്മ പെരുന്നാളിന് തുടക്കമായി. ശനിയാഴ്ച രാവിലെ 6:30 പ്രഭാത നമസ്കാരവും കുർബാനയും നടന്നു. വൈകിട്ട് 6:55 ആത്മീയ ഘോഷയാത്രയ്ക്ക് പള്ളിയിൽ സ്വീകരണം നൽകി. 7 മണിക്ക് നടന്ന സന്ധ്യാ നമസ്കാരത്തിന് ഓർത്തഡോക്സ് സഭ UK യൂറോപ്പ് ആഫ്രിക്ക ഭദ്രാസന മെത്രാപ്പൊലിത്ത എബ്രഹാം മാർ സ്തെഫാനോസ് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ദേവാലയം ചുറ്റി റാസയും നടന്നു. ഞായറാഴ്ച രാവിലെ 6-ന് കുരിശുപള്ളിയിൽ പ്രഭാത നമസ്കാരവും കുർബാനയും ഉണ്ടാകും. രാവിലെ 7:30 പ്രഭാത നമസ്കാരം. എബ്രഹാം മാർ സ്തെഫാനോസ് മെത്രാപ്പൊലിത്ത മുഖ്യ കാർമ്മികനായി 3-ന്മേൽ കുർബാനയും നടക്കും. തുടർന്ന് പരുമല തിരുമേനി അനുസ്മരണവും വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണവും ഉണ്ടാകും. ഉച്ചയ്ക്ക് വിവിധ പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പെരുന്നാൾ എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ച് ദേശം ചുറ്റി പള്ളിയിൽ എത്തിച്ചേരും. 6 മണിക്ക് നടക്കുന്ന റാസായ്ക്ക് ശേഷം ഭക്തജനങ്ങൾക്കായി നേർച്ച ഭക്ഷണം വിതരണം ചെയ്യും. പെരുന്നാൾ CCTV പ്രാദേശികം ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. കുന്നംകുളം മെയിൻ റോഡ് മാർ ഗ്രിഗോറിയോസ് പള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന മിനി പെരുന്നാളിൽ MGM ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുപ്പള്ളി സാധു എന്ന ഗജകേസരിക്ക് ആരണ്യ പ്രജാപതി എന്ന പട്ടം ചാർത്തി. ഫാദർ TC ജേക്കബ്, ഫാദർ VM സാമുവേൽ, ഫാദർ പ്രിൻസ് പൗലോസ്, ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി പ്രവീൺ എന്നിവർ സംബന്ധിച്ചു. ആനയുടെ പാപ്പാന്മാരെയും ആദരിച്ചു. CB ജോസ്, റിവിൻ റോയ്, മെർവിൻ പോൾ, ജോമോൻ ജാക്സൺ, മിബിൻ ബാബു, ജേക്കബ് ജോസ്, അബി ജോസ്, അഡ്വക്കേറ്റ് ജോഫി ബിജോയ്, ആൽവിൻ ഗ്രിഗർ തുടങ്ങിയവരാണ് കമ്മിറ്റി നേതൃത്വം നൽകുന്നത്. ആഘോഷങ്ങൾക്ക് ആരവം ഉയർത്തിക്കൊണ്ട് MGM ആഘോഷ കമ്മിറ്റി പെരുന്നാളിന് ആരംഭം കുറിച്ചു.
ഗുരുവായൂർ കുടുംബശ്രീ CDS 1 വാർഷികാഘോഷം നഗരസഭാ ചെയർപേഴ്സൺ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ പോലീസ് SHO K. സതീഷ് കുമാർ മുഖ്യാതിഥിയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ AM ഷെഫീർ, ശൈലജ സുധൻ, AS മനോജ്, ബിന്ദു അജിത് കുമാർ, മെമ്പർ സെക്രട്ടറി ജിഫി ജോയ്, CDS ചെയർപേഴ്സൺമാരായ അമ്പിളി ഉണ്ണികൃഷ്ണൻ, മോളി ജോയ്, ഷെക്കീല ഇസ്മായിൽ തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെയും ഉപഹാരം നൽകി അനുമോദിച്ചു. അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമല്ല എന്ന സന്ദേശമുയർത്തി BJPയുടെ കർഷക മോർച്ച നേതൃത്വത്തിൽ കേരളത്തിലെ 250 കേന്ദ്രങ്ങളിൽ വായ് മൂടിക്കെട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു. BJP കർഷക മോർച്ച തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം നഗരമധ്യത്തിലും പ്രതിഷേധം നടന്നു. സംഘടനയുടെ നോർത്ത് ജില്ലാ പ്രസിഡന്റ് രാജേഷ് കുട്ടഞ്ചേരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ലതീഷ് കുറ്റൂർ, ശങ്കരൻ വരവൂർ, BJP കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ, ജനറൽ സെക്രട്ടറിമാരായ മഹേഷ് തിരുത്തിക്കാട്, സുമേഷ് കളരിക്കൽ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായ വിഗീഷ് അപ്പു, വിഷ്ണു അമ്പാടി, ഷൈനി കാർത്തികേയൻ, ജിക്സൺ ലോറൻസ് എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ തിരുവേങ്കിടം ബ്രദേഴ്സ് ക്ലബിന്റെ സ്നേഹമിത്ര പദ്ധതിക്ക് തുടക്കമായി. 5 പേർക്ക് പെൻഷനും 1 മാസത്തേക്കുള്ള പലവ്യഞ്ജന കിറ്റും നൽകുന്നതാണ് പദ്ധതി. മോട്ടിവേറ്റർ ആശ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് ബാലൻ വാർനാട്ട് അധ്യക്ഷത വഹിച്ചു. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത C. സുമേഷ്, മികച്ച അധ്യാപികയ്ക്കുള്ള സംസ്ഥാന PTAയുടെ പുരസ്കാരം നേടിയ ജയശ്രീ രവികുമാർ എന്നിവരെയും മേഖലയിലെ 5 കൗൺസിലർമാരെയും ആദരിച്ചു. രവികുമാർ കാഞ്ഞുള്ളി, ശശി വാർനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. കമ്മീഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, ക്ഷേമനിധി കാലോചിതമായി പരിഷ്കരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുന്നംകുളം താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ റേഷൻ കട വ്യാപാരി കൂട്ടായ്മ പ്രതിഷേധ ധർണ നടത്തി. സംസ്ഥാന കമ്മിറ്റി മെമ്പർ O. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് സെക്രട്ടറി S. നന്ദകുമാർ അധ്യക്ഷനായി. C. രാജഗോപാൽ, M. പോൾ, ബാബു ഉട്ടൂപ്പ്, ഹരീഷ് ഡേവിസ്, PM ബെന്നി, ഡീൻസ് തറയിൽ എന്നിവർ സംസാരിച്ചു. പോർക്കുളം പഞ്ചായത്തിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. 2025-26 വാർഷിക പദ്ധതിയിൽ നിന്നും 3 ലക്ഷം രൂപ ചെലവഴിച്ച് 11 ബിരുദ വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പുകൾ നൽകിയത്. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. രാമകൃഷ്ണൻ വിതരണ ഉദ്ഘാടനം നടത്തി. വൈസ് പ്രസിഡന്റ് ജിഷ ശശി അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PC കുഞ്ഞൻ, അഖില മുകേഷ്, വിവിധ വാർഡ് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിന് അസിസ്റ്റന്റ് സെക്രട്ടറി പരമേശ്വരൻ നമ്പൂതിരി നന്ദി പറഞ്ഞു. ചാവക്കാട് മണത്തല ദേശീയപാതയിൽ മേൽപ്പാലത്തിന് മുകളിലെ പാർശ്വഭിത്തി വീണ സംഭവത്തിൽ NH അധികൃതർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ചാവക്കാട് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യമുയർന്നു. NCP പ്രതിനിധി MK ഷംസുദ്ദീനാണ് ആവശ്യമുന്നയിച്ചത്. ചാവക്കാട് ടൗണിൽ ട്രാഫിക് ക്രമീകരണത്തിനായി ഹോംഗാർഡിനെ നിയമിക്കുക, ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ അംഗബലം വർദ്ധിപ്പിക്കുക, ദേശീയപാതയിലെ പൊടിശല്യത്തിന് പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങളും യോഗത്തിലുയർന്നു. ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ പൊന്നാനി ബസ് നിർത്തിയിട്ട ഭാഗത്ത് ഹരിതകർമ്മസേന മാലിന്യങ്ങൾ കൂട്ടിയിട്ടതായി പരാതി ഉയർന്നു. കൺവീനർ കൂടിയായ തഹസീൽദാർ MK കിഷോർ വില്ലേജ് ഓഫീസിൽ നൽകുന്ന സേവനങ്ങളും ക്യാൻസർ പെൻഷനുകളെ സംബന്ധിച്ചും വിശദീകരിച്ചു. നവംബർ 1 കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം അദ്ദേഹം ഭാഷാപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി തഹസീൽദാർ P. ദീപ, ക്ലർക്ക് S. നിമി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ MK ഷംസുദ്ദീൻ, KH ഷാഹുൽ ഹമീദ്, TP ഷാഹു, PK സൈതാലിക്കുട്ടി, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. കടവല്ലൂർ കല്ലുംപുറത്ത് സ്കൂട്ടറിന് പിന്നിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. കല്ലുംപുറം സ്വദേശി പുലിക്കോട്ടിൽ 68 വയസ്സുള്ള വിൽസനാണ് പരിക്ക്. ഇന്ന് രാവിലെ 11 മണിയോടെ കല്ലുംപുറം സെന്ററിലാണ് അപകടമുണ്ടായത്. എടപ്പാൾ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് സ്കൂട്ടറിന് പിറകിൽ ഇടിച്ചത്. പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരളപ്പിറവി ദിനത്തിൽ റേഷൻ വ്യാപാരി ചാവക്കാട് താലൂക്ക് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. AK-RRDA താലൂക്ക് പ്രസിഡന്റ് PK സത്യൻ ഉദ്ഘാടനം ചെയ്തു. ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. TK ബാനിഷ്, ഉമ്മൻ മുക്കണ്ടത്ത്, A. സോമസുന്ദരൻ, രാജീവ് എന്നിവർ സംസാരിച്ചു. റേഷൻ വ്യാപാരികളോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കുക, 2018 നിലവിൽ വന്ന വേതനം പാക്കേജ് കാലാനുസൃതമായി പരിഷ്കരിക്കുക, ഉദ്യോഗസ്ഥ പീഡനം അവസാനിപ്പിക്കുക, 70 വയസ്സ് കഴിഞ്ഞ ലൈസൻസുകളുടെ ലൈസൻസ് പുതുക്കി നൽകുക, ക്ഷേമനിധി കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുക, ആനുകൂല്യങ്ങൾ അനുവദിക്കുക, KT-PTS നിയമങ്ങൾ പുനഃപരിശോധിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ.
ഉദ്ഘാടനത്തിനൊരുങ്ങി കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ വഴിയോര വിശ്രമ കേന്ദ്രം. പഞ്ചായത്തിലെ 5-ാം വാർഡിൽ തൃശൂർ ഗുരുവായൂർ പാതയോട് ചേർന്ന് അരിയന്നൂർ ജുമാ മസ്ജിദിനടുത്താണ് കേന്ദ്രം സജ്ജമാക്കിയിട്ടുള്ളത്. 2 നിലകളിലായാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായുള്ള വഴിയോര വിശ്രമ കേന്ദ്രം ഒരുക്കിയിട്ടുള്ളത്. താഴത്തെ നിലയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായിട്ടുള്ള ശൗചാലയങ്ങൾ, മുകൾ നിലയിൽ വിശ്രമ കേന്ദ്രം, ഫീഡിംഗ് റൂം എന്നിവയാണ് സജ്ജമാക്കിയത്. കൂടാതെ വിശ്രമ കേന്ദ്രത്തിനോട് ചേർന്ന് കോഫി ഷോപ്പും ഒരുക്കിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് വിശ്രമിക്കുന്നതിനും പ്രാഥമിക ആവശ്യങ്ങൾക്കും ഉപകാരപ്പെടുമെന്ന കണക്കുകൂട്ടലാണ് വഴിയോര വിശ്രമ കേന്ദ്രം അരിയന്നൂരിൽ നിർമ്മിക്കുന്നതിന് കാരണമായതെന്ന് പഞ്ചായത്ത് അംഗം PK അസീസ് പറഞ്ഞു. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് യാത്ര ചെയ്ത തൃശ്ശൂർ ഗുരുവായൂർ വരെ ഹൈവേയിൽ നമുക്കറിയാം ഇങ്ങനൊരു വഴിയോര വിശ്രമ കേന്ദ്രം ശരിക്കില്ല. ഇത് ശരിക്കും തീർത്ഥാടകർക്ക് ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നവർക്ക് മാത്രമല്ല, നമ്മുടെ പാലയൂര് തീർത്ഥാടന കേന്ദ്രം, അതുപോലെ തന്നെ അരിയന്നൂർ കുരുമിച്ചി പ്രദേശങ്ങളിലെ വ്യാപാരികൾക്ക്, അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് എല്ലാവർക്കും സൗകര്യപ്രദമായ രീതിയിൽ, കാരണം ഇങ്ങനെ ഒരു ഗുരുവായൂർ പാതയിൽ ഇങ്ങനൊരു വഴിയോര വിശ്രമ കേന്ദ്രം തീർച്ചയായിട്ടും മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ചിട്ടുള്ളത്. 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത്. പ്രവർത്തന സജ്ജമായ വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപായി നടത്തുന്നതിനുള്ള ഒരുക്കത്തിലാണ് പഞ്ചായത്ത് അധികൃതർ. മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവക ദേവാലയത്തിൽ സകല മരിച്ചവരുടെയും ഓർമ്മ ദിനത്തിന്റെ ഭാഗമായി തിരുകർമ്മങ്ങൾ നടന്നു. രാവിലെ സെമിത്തേരി ചാപ്പലിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ മുഖ്യ കാർമ്മികനായി, സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ സഹകാർമ്മികനായി. ദിവ്യബലിക്ക് ശേഷം വലിയ ഓപ്പീസ് ആരംഭിച്ച് ഇടവക പള്ളിയിലേക്ക് പ്രദക്ഷിണമായെത്തി സമാപിച്ചു. സെമിത്തേരിയിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കല്ലറകൾ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചും മെഴുകുതിരികൾ കൊളുത്തി പ്രാർത്ഥനകൾ നടത്തിയും മരിച്ചവരുടെ ഓർമ്മകളിൽ ട്രസ്റ്റിമാരായ ജോൺസൺ സി തോമസ്, ജോൺസൺ കാക്കശ്ശേരി, സ്റ്റീഫൻ PA, ജോയ് CK എന്നിവർ നേതൃത്വം നൽകി. ചൂണ്ടൽ സാൻതോം ഇടവക ദേവാലയത്തിൽ കൊന്തമാസ സമാപനം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിലിന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലിയോടെ കൊന്തമാസ സമാപന ചടങ്ങുകൾ ആരംഭിച്ചു. ഇടവക വിശ്വാസികൾ അണിനിരന്ന ജപമാല റാലിക്ക് ശേഷം നേർച്ച വിതരണം നടന്നു. KCYM സംഘടനയുടെ നേതൃത്വത്തിൽ മാതാവിന്റെ പ്രത്യക്ഷീകരണം പുനരാവിഷ്കരിച്ച് അവതരിപ്പിച്ച ദൃശ്യാവിഷ്കാരം നവ്യാനുഭവമായി. ലിറ്റർജി കമ്മിറ്റിയോടൊപ്പം കൈക്കാരന്മാരായ CJ ഫ്രാൻസിസ്, MO ഫിലിപ്പ്, VJ തോംസൺ എന്നിവർ നേതൃത്വം നൽകി. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ കേരളത്തിന്റെ 69ാം പിറന്നാൾ ആഘോഷിച്ചു. കേരളപ്പിറവി ആഘോഷ ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, സുഭദ്ര ടീച്ചർ, ഭൈമി ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കേരളപ്പിറവി ദിനാഘോഷത്തോടനുബന്ധിച്ച് കിൻഡർ ഗാർട്ടൻ വിഭാഗം വിദ്യാർത്ഥികൾക്കായി മലയാളി മങ്ക, മലയാളി മന്നൻ, ഫാഷൻ ഷോ എന്നിങ്ങനെ വിവിധ മത്സര ഇനങ്ങൾ സംഘടിപ്പിച്ചു. കേരളത്തിന്റെ ചരിത്രം, സംസ്കാരം എന്നിവ ഉൾക്കൊള്ളുന്ന സംഘനൃത്തം, സംഘഗാനം, തിരുവാതിരക്കളി, ഫാഷൻ ഷോ എന്നിങ്ങനെ വിവിധ കലാപരിപാടികൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. മലയാള സാഹിത്യ ക്ലബിന്റെയും സീഡ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിവിധ പ്രദർശനങ്ങളും വിദ്യാർത്ഥികൾ ഒരുക്കി. കേരളത്തിലെ നാട്ടുപൂക്കൾ, ഔഷധ സസ്യങ്ങൾ, തനതു ഭക്ഷണ വിഭവങ്ങൾ എന്നിങ്ങനെ കേരളത്തിന്റെ സമ്പന്നമായ പാരമ്പര്യവും സാംസ്കാരിക പൈതൃകവും ആധുനിക തലമുറയ്ക്ക് മനസ്സിലാക്കുവാൻ ഉതകുന്ന തരത്തിലാണ് പ്രദർശനങ്ങൾ ഒരുക്കിയത്. ഇത് വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി മാറി. വിദ്യാർത്ഥികളുടെ സൃഷ്ടിപരമായ കഴിവുകൾ തെളിയിക്കുന്നവയായിരുന്നു പ്രദർശനങ്ങൾ. സീഡ് ക്ലബ്ബ്, കിൻഡർ ഗാർട്ടൻ, മലയാള വിഭാഗം എന്നീ അധ്യാപകർ നേതൃത്വം നൽകി. വേലൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന തളിർ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ കായികക്ഷമത കണ്ടെത്തുന്നതിന് ബഡ്സ് ഒളിമ്പിയ 2025 സംഘടിപ്പിച്ചു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ വിദ്യാ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായ പരിപാടി വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് CF, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെർലി ദിലീപ് കുമാർ, ഭരണസമിതി അംഗങ്ങൾ, മദർ PTA പ്രസിഡന്റ് ഷീല സജീവ് എന്നിവർ സംസാരിച്ചു. CDS മെമ്പർമാരായ അരുന്ധതി, സോണി, പ്രദീപ്, ലീലാചന്ദ്രൻ, അസിസ്റ്റന്റ് സെക്രട്ടറി സിദ്ധാർത്ഥൻ TK എന്നിവർ പങ്കെടുത്തു. ഓട്ടം, നടത്തം, ലോങ് ജംപ്, ഷോട്ട് പുട്ട്, റിലേ എന്നീ മത്സരങ്ങളിൽ വിദ്യാർത്ഥികൾ മികവ് പുലർത്തി. വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അറിയിപ്പ്: കേരള ഷോപ്സ് ആൻഡ് കമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം ചാവക്കാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കടകളുടെയും
വാണിജ്യ സ്ഥാപനങ്ങളുടെയും രജിസ്ട്രേഷൻ 2026 വർഷത്തേക്ക് പുതുക്കണമെന്ന് ചാവക്കാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ VK റഫീഖ് അറിയിച്ചു. ചാവക്കാട് താലൂക്ക് പരിധിയിൽ ലേബർ രജിസ്ട്രേഷൻ എടുക്കാതെ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ ഉള്ളതും ഇല്ലാത്തതുമായ എല്ലാ കടകളും വാണിജ്യ സ്ഥാപനങ്ങളും ചാവക്കാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടതും എല്ലാ വർഷവും നവംബർ മാസത്തിൽ പുതുക്കേണ്ടതുമാണ്. രജിസ്ട്രേഷൻ ചെയ്യാതിരിക്കുകയോ യഥാസമയം പുതുക്കാതിരിക്കുകയോ ചെയ്താൽ 5000 രൂപ വരെ പിഴ ശിക്ഷ ലഭിക്കാവുന്നതും തുടർന്നും ഇത് പാലിക്കാതിരുന്നാൽ പ്രതിദിനം 250 രൂപ വീതം പിഴ ഈടാക്കുന്നതിനും നിയമത്തിൽ വ്യവസ്ഥയുണ്ടെന്നും അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അറിയിച്ചു. കുരുന്നുകൾക്ക് ആവേശവും കൗതുകവും പകർന്ന് ഗുരുവായൂർ ഇരിങ്ങപ്പുറം 105 നമ്പർ അങ്കണവാടി പ്രവേശനോത്സവം പുതിയതായി അങ്കണവാടിയിലേക്ക് എത്തിയ കൂട്ടുകാരെ മുതിർന്ന കുട്ടികൾ പൂക്കൾ നൽകി സ്വീകരിച്ചു. എല്ലാവർക്കും മധുരവും വിതരണം ചെയ്തു. പുതിയൊരു ചുറ്റുപാടിൽ പുത്തൻ കൂട്ടുകാരെ കണ്ടതിലെ സന്തോഷത്തിലായിരുന്നു കുട്ടികൾ. കൗൺസിലർ സുബിത സുധീർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. നഗരസഭ മുൻ വൈസ് ചെയർമാൻ അഭിലാഷ് വി ചന്ദ്രൻ മുഖ്യാതിഥിയായി. അധ്യാപകരായ ആഗ്നസ് ലാസർ, KN സരിത എന്നിവർ നേതൃത്വം നൽകി. മരിച്ചുപോയ പൂർവികരുടെ ആത്മാക്കൾക്കു വേണ്ടി എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനയും വലിയ ഒപ്പീസും നടന്നു. വികാരി ഫാദർ ജോഷിയാളൂർ, സഹവികാരി ഫാദർ G സക്കരപ്പറ്റേക്കൽ എന്നിവർ തിരുകർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. കൈക്കാരന്മാരായ ജോയ് ആന്റണി, KA ബേബി, രാജു KA, MK ജോഷി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കാട്ടകമ്പാൽ പഞ്ചായത്ത് വികസന വസന്തം എന്ന പേരിൽ ഇറക്കിയിട്ടുള്ള പുസ്തകം രാഷ്ട്രീയ പുസ്തകമാണെന്ന് കോൺഗ്രസ് മെമ്പർമാരായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ് എന്നിവർ ആരോപിച്ചു. മുൻ MP രമ്യ ഹരിദാസിന്റെ ഫോട്ടോ മനഃപൂർവ്വം രാഷ്ട്രീയ വിരോധം മൂലം ഒഴിവാക്കിയെന്ന് മെമ്പർമാർ ആരോപിച്ചു. രമ്യ ഹരിദാസ് MP മിനിമം സ്റ്റേറ്റ് സ്ഥാപിച്ചത് ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തിനും അപേക്ഷ നൽകിക്കൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി എടുത്ത തീരുമാനമാണ്. അതിൻ്റെ ഭാഗമായി കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ഭാഗത്തും CPM പ്രതിനിധികൾ ഉൾപ്പെടുന്ന, CPIയുടെ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഇടതുപക്ഷ ജനപ്രതിനിധികളുള്ള പ്രദേശങ്ങളിൽ കൂടി ഇത് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും രാഷ്ട്രീയമില്ലാത്തൊരു വികസനമാണ് രമ്യ ഹരിദാസ് കണ്ടത്. എന്നിട്ട് പോലും രമ്യ ഹരിദാസിൻ്റെ ഒരു ചിത്രം പോലും ഇതിലടിക്കാൻ തയ്യാറായിട്ടില്ല. തികച്ചും രാഷ്ട്രീയവൽക്കരിക്കുന്ന ഈ നടപടിയിലാണ് ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നത്. പുകയില വിരുദ്ധ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കിരാലൂർ GPM LP സ്കൂളിലെ വിദ്യാർത്ഥികൾ തെരുവു നാടകം അവതരിപ്പിച്ചു. ഭാസ്കരൻ, PTA വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ, SMC ചെയർമാൻ മനോജ്, സുജേഷ് എന്നിവർ നേതൃത്വം നൽകി. ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയ നിർത്താനുള്ള ചമയാ. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. തന്നോടല്ലേ ഇനി വലിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. താനൊരു ദിവസം എത്രണ്ണം വലിക്കും? അങ്ങനെയില്ല, ഒരെണ്ണം തിരുമ്പോ പറ്റുന്നു. അതിന് എനിക്കല്ല ഡോക്ടറെ ശ്വാസം മുട്ട്, എന്റെ മകനാ ശ്വാസം മുട്ട്. തൃപ്രയാർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ജില്ലാ കരാത്തെ ടൂർണമെന്റിൽ കത്ത വിഭാഗത്തിൽ ദിയ ദിലീപ് സ്വർണം നേടി. മമ്മിയൂർ LF സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയായ ദിയ SDPI ചാവക്കാട് മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് ദിലീപ് അത്താണിയുടെ മകളാണ്. ലോക പക്ഷാഘാത ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് ആസ്റ്റർ ആശുപത്രിയിൽ എമർജൻസി മെഡിസിൻ വിഭാഗവും ആറ്റുപുറം പവർ ഫിറ്റ്നസ് ജിമ്മും സംയുക്തമായി ബോധവൽക്കരണം നടത്തി. CPR, മസ്തിഷ്കാഘാത അവബോധം എന്നിവയിലൂന്നിയ പരിശീലനമാണ് ഒരുക്കിയത്. ജിം ഡയറക്ടറും മുഖ്യ അധ്യാപകനുമായ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. എമർജൻസി മെഡിസിൻ ഉദ്യോഗസ്ഥന്മാരായ മുനീർ, മബ്രൂഖ്, രജീഷ് എന്നിവർ ജിം സ്റ്റുഡൻസിന് ട്രെയിനിംഗ് കൊടുത്ത് ട്രെയിനിംഗ് സർട്ടിഫിക്കറ്റ് നൽകി. സാദിഖ് അലി സ്വാഗതവും അദ്വൈത് കൃഷ്ണ നന്ദിയും പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 11,275 രൂപ, പവന് 90,200 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 157 രൂപ. ചരമം
വാഗ പണിക്കശ്ശേരി ബാലൻ മകൻ സുരേഷ് ബാബു നിര്യാതനായി. 65 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 11-ന് എളവള്ളി ശാന്തിതീരത്ത് നടക്കും. വെള്ളാറ്റഞ്ഞൂർ പരേതനായ രാവുണ്ണിക്കുറുപ്പ് ഭാര്യ തങ്കമ്മ നിര്യാതയായി. 93 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 9-ന് വീട്ടുവളപ്പിൽ നടക്കും. പരേതനായ പീതാംബരൻ മാസ്റ്റർ, മാധവി ടീച്ചർ, പ്രസിദ്ധ ഹാർമോണിയം കലാകാരൻ കേശവൻ വെള്ളാറ്റഞ്ഞൂർ, ശോഭന, അനില എന്നിവർ മക്കളാണ്. കുന്നംകുളം വാലിപ്പറമ്പ് അങ്ങാടി പനക്കൽ റോഡിൽ ചെറുവത്തൂർ പരേതനായ ചാക്കോരു മകൻ സാജു നിര്യാതനായി. 56 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസനപ്പള്ളി സെമിത്തേരിയിൽ നടക്കും. ജോഷി ഭാര്യയും സ്നേഹ മകളുമാണ്. ഗുരുവായൂർ കിഴക്കേനട സെലക്ഷൻ സെന്റർ ഉടമ തിരുവേങ്കിടം വാഴപ്പിള്ളി അന്തോണി നിര്യാതനായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 3:30-ന് ഗുരുവായൂർ സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. മുണ്ടൂർ ചിറ്റ്ലപ്പള്ളി കുടുംബാംഗം റോസിയാണ് ഭാര്യ. രാജു, രാജി, സണ്ണി എന്നിവർ മക്കളാണ്. കിഴക്കേ ആളൂർ കുംഭാരത്തറയിൽ ചിന്നക്കുട്ടൻ നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഐക്യകേരളം പിറവിയെടുത്തിട്ട് 69 വർഷം. നാടിന്റെ പ്രൗഢമായ പാരമ്പര്യത്തിലും നേട്ടത്തിലുമൂന്നി വ്യാപകമായ ആഘോഷ പരിപാടികൾ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന കേരള പിറവി ആഘോഷങ്ങൾ വർണ്ണാഭം. വിദ്യാഭ്യാസത്തിലൂടെ പിന്നോക്ക വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാകുമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു. പോർക്കുളം ഇഞ്ചിക്കുന്ന് അംബേദ്കർ ഗ്രാമം നിർമ്മാണ ഉദ്ഘാടനം ഓൺലൈനായി മന്ത്രി നിർവഹിച്ചു. കേരളത്തിലെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിൽ ആവേശകരമായ അധ്യായം കുറിച്ച ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹത്തിന്റെ ഓർമ്മയ്ക്ക് 94 വയസ്സ്. സമരത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകളുമായി ഗുരുവായൂരിലെ ഭരണസ്ഥാപനങ്ങളും വിവിധ സംഘടനകളും നവോത്ഥാന മണ്ണിൽ ഒത്തുചേർന്നു. പുന്നയൂർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്ന ആലാപാലം ആധുനിക വാതക ശ്മശാനം യാഥാർത്ഥ്യമാകുന്നു. സ്മൃതിപഥം 2025 എന്ന പേരിൽ തിങ്കളാഴ്ച വൈകിട്ട് 6:30-ക്ക് നടക്കുന്ന ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.